നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുക. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. നമ്മുടെ താഴത്തെ ബെഡ്റൂമിന് കറക്റ്റ് മുകളിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഫോൾ സീലിംഗിൽ നിന്ന് തുടങ്ങാം. ഫോൾ സീലിംഗ് എന്ന് പറയുമ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ട്, താഴത്തേക്കാളും സിമ്പിളായിട്ടാണ് മേളിൽ ചെയ്തേക്കുന്നത്. ആ കോർണറിൽ ജസ്റ്റ് ഒരു പീസ് ഓഫ് ഇത് മാത്രമേ ഉള്ളൂ, ഒരു 40 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കോർണർ പീസും പിന്നെ ഇവിടെ ഒരു വുഡൻ വാൾ പേപ്പറാണ് ചെയ്തേക്കുന്നത്. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് മുകളിൽ ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നതെന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബെഡ്, ഇവിടെ ഒരു ക്വീൻ സൈസ് ടീക്കുഡിൻ്റെ കട്ടിലാണ് കൊടുത്തേക്കുന്നത്. അതിന് ഒരു സിംഗിൾ സൈഡ് ടേബിളാണ്, ഡബിൾ സൈഡ് ടേബിളായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ ഒരു സൈഡ് ടേബിൾ മതി എന്നുള്ള രീതിയിൽ നമ്മളൊരു സിംഗിൾ സൈഡ് ടേബിളാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ താഴെ നമ്മൾ യൂസ് ചെയ്തതൊരു ബീച്ച് കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ലാമിനേറ്റ്സ് മാത്രം ഒരു ലൈറ്റ് ഗ്രേ കോമ്പിനേഷനിലോട്ടാണ് പോയേക്കുന്നത്. അതെനിക്ക് സൈഡ് ടേബിളിൽ കാണാം, ലൈറ്റ് ഗ്രേ ആൻഡ് ടീക്കുഡ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. ബെഡിൻ്റെ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ഡിസൈനാണ്. ഒരു ഹാഫ് പെയിൻറ്റ് ഹാഫ് ടെക്സ്ചർ, ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ടെക്സ്ചറാണ്. ബീച്ച് കളറാണ് കൊടുത്തേക്കുന്നത്. പ്ലസ് ഈ പെയിൻറ്റ് ടെക്സ്ചർ വരാത്ത സൈഡിൽ 3 ലെഡ്ജസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ക്യൂരിയസ് ഐറ്റം വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും എന്നാൽ വലിയ മോശമില്ലാത്ത രീതിയിൽ ഒരു ബാക്ക് സൈഡ്, ബെഡിൻ്റെ ബാക്ക് സൈഡ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 2 ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. വുഡൻ ആ ഒരു ഫിനിഷായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് റോളർ ബ്ലൈൻഡ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ താഴെ വാർഡ്രോബിൻ്റെ അകത്ത് സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ച പോലെ ഇവിടെ നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും എല്ലായിടത്തും ലൈറ്റ്സ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്രിൽ ടൈപ്പ് ഹാങ്ങിങ് ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ നമ്മുടെ ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ ടെക്സ്ചറിലോട്ട് അതിൻ്റെ ആ ഒരു ലൈറ്റ്സ് വരില്ല. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൈൻഡ്സിന് ശേഷവും ഈ ഒരു ടെക്സ്ചർ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ വാളിൻ്റെ നെക്സ്റ്റ് വിൻഡോ വരെ എത്തിച്ചിട്ടുണ്ട്. അത് താഴെ വരെ കൊടുത്തിട്ടുമില്ല. ആ ഒരു താഴെ ആ ഒരു വിൻഡോയുടെ സിൽ ലെവലിൽ വെച്ചിട്ടാണ് ഈ ടെക്സ്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് 3D ചെയ്തപ്പോഴും അത് ഭംഗിയായിട്ട് തോന്നി, നേരിട്ട് വന്നപ്പോൾ അതിനെക്കാട്ടും ഇത് മെച്ചമായിട്ട് തോന്നി. താഴെ വരെ പോകുന്നതിനെക്കാട്ടും വളരെ ക്ലീനായിട്ടാണ് ഈ ഡിസൈൻ നിൽക്കുന്നത്. ഈ ഒരു വുഡൻ റീപ്പർ ഇതിൻ്റെ എൻറ്റയർ ഒരു ഫിനിഷിങ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റീപ്പർ ഇവിടെ വന്നൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലും ബാക്കി ലേറ്റസ്റ്റ് ഈ സൈഡിലോട്ടും പിന്നെ വാർഡ്രോബിലേക്കും ഒരു സിംഗിൾ ഡിസൈൻ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്പർ കൊടുത്തേക്കുന്നത്. ഇതിനൊരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റും 18 mm തിക്നെസ്സും വരുന്ന മൾട്ടിവുഡിൻ്റെ പാനലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നതാണ് നമുക്കൊരു സൈഡ് ടേബിളും പിന്നെ ഈ ലൈറ്റ് ഗ്രേ ആൻഡ് വുഡ് ഫിനിഷിലുള്ള വാർഡ്രോബും. ഈ വാർഡ്രോബിൻ്റെ അകത്ത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ കുറച്ചും കൂടെ വിഡ്ത്തുള്ള ഒരു 80 to 90 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, സാധാരണ നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്യുമ്പം അടിയിൽ ഡ്രോയേഴ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഈ കോസ്റ്റ് എഫക്റ്റീവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു തട്ടും ഒരു മിറർ വിത്ത് സ്റ്റഡ്. ദെൻ അഗെയിൻ ഞാൻ വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഈ ലൈറ്റ് പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി ഒരു LED സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ ടീം സിവിൽ കോൺട്രാക്ടറിന് പാസ് ചെയ്യേണ്ട ഇൻഫർമേഷനാണ്. അപ്പം ഇത്രയാണ് ഡ്രസ്സിംഗ് ടേബിൾ. പിന്നെ വരുന്ന വാർഡ്രോബ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു റീപ്പർ വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്ന അതേ വിഡ്ത്തിൽ തന്നെ ഈ അറ്റം വരെ പോയിട്ടുണ്ട്. നിങ്ങൾ ആ റൂമിലേക്ക് കയറുമ്പോൾ ഒരു ഡിസൈൻ കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റീപ്പർ കണ്ടിന്യൂസ് റൺ ചെയ്ത് വന്നത്. അല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബിൻ്റെ മുകളിൽ ഒരു 18 mm പീസ് മാത്രമേ വെക്കലുള്ളൂ. അതിന് ശേഷം നമുക്ക് 2 ഡോർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ടും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമിൽ നമുക്ക് കൂടുതൽ ഡ്രോയേഴ്സിൻ്റെ എണ്ണം വേണം, കൂടുതൽ സാധനങ്ങൾ വെക്കാനായിരിക്കണം. അപ്പോൾ കൂടുതൽ ഡ്രോയേഴ്സ് വേണം. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മുകളിലൊരു ഡോറ് മാത്രം കൊടുത്തു. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് ക്ലോസ് ആക്കാതിരിക്കാൻ വേണ്ടി 2 ഓപ്പൺ യൂണിറ്റ്. അതിൻ്റെ അകത്തും ലൈറ്റ്സ്, ഞാൻ പറഞ്ഞ ലൈറ്റ് പോയിൻറ്റ് അതേ സെയിം ലൈറ്റ് പോയിൻറ്റിൽ നിന്ന് എടുക്കുന്ന ലൈറ്റ്സാണ് ഇത്. അപ്പോൾ ഇതിനൊരു സിംഗിൾ സ്വിച്ച് ആയിരിക്കും, അത് ഒരുമിച്ചായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. 2ആയിട്ടും ചെയ്യാം. അപ്പോൾ 2 സ്വിച്ചിനുള്ള പോയിൻറ്റ്സ് നമ്മൾ ആദ്യമേ കൊടുക്കണം. ഈ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് കൊടുത്താൽ മാത്രം പോരാ, ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും പാരലലി അവിടെ പ്ലാൻ ചെയ്യേണ്ടി വരും. ഈ ലൈറ്റും ഡിഫറൻ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇലക്ട്രീഷ്യനുമായിട്ട് ആ ഒരു സ്റ്റേജിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ 4 ഡ്രോയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4ലും അതിൻ്റെ ലോക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ടോട്ടലി ഈ വാർഡ്രോബ് ഒരു 3 ഡോർ വാർഡ്രോബിൻ്റെ വലിപ്പം, അതായത് 1.35 മീറ്റർ 135 സെൻറ്റിമീറ്റർ വീതി പ്ലസ് ഒരു 90 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു
ഡ്രസ്സിങ് യൂണിറ്റ്. അപ്പോൾ ഇതൊരു വളരെ കംഫർട്ടബിളും യൂസബിളും ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വാർഡ്രോബ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻറ്റയർ ഈ റൂം ചെയ്തേക്കുന്നത് ബീച്ച് വുഡ് കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂമാണ് ടോട്ടലുള്ളത്, ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം, ഇതിൻ്റെ അത് നമ്മളിപ്പോൾ ആ ബെഡ്റൂമിൽ ഉള്ള പോലെ തന്നെ ഒരു ടീക്ക് വുഡ് നോർമൽ കോട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 3 ലെഡ്ജ് യൂസ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ലെഡ്ജാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡെപ്ത് ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്തുള്ള ഒരു 3.6 സെൻറ്റിമീറ്റർ കനമുള്ള ഒരു സിംഗിൾ ലെഡ്ജ് സ്റ്റഡ് ചെയ്തേക്കാണ്. അതിൻ്റെ മുകളിൽ വളരെ സിമ്പിളായിട്ടൊരു 60 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ ടെക്സ്റ്റർ വർക്ക് ചെയ്തേക്കുന്നത്. ടെക്സ്റ്റർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റർ വർക്ക് ചെയ്തതിന് ശേഷം അത് ആക്ച്വലി അത് ടച്ച് ചെയ്താലേ അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒരു ക്ലിയർ കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ വളരെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടുന്ന സർഫസ് പോലെയാണ് ഈ ടെക്സ്റ്റർ വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു സിമ്പിൾ ഡിസൈനായിട്ട് നമ്മുടെ ഇതേ ലാമിനേറ്റിൽ തന്നെ ചെയ്തെടുത്ത ഒരു ചെറിയ ഡിസൈൻ വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. മൾട്ടിവുഡ് മെറ്റീരിയലാണ് അതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്നത്. വിത്ത് എഡ്ജ് ബാൻഡിങ്ങും കാര്യങ്ങളെല്ലാം അത് ഇളകി പോവില്ല, വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ദെൻ ഈ ഒരു ലെഡ്ജ്, ഈ പറഞ്ഞ ഡിസൈൻ, പിന്നെ ഈ ബെഡിൻ്റെ 2 സൈഡിലും നമ്മൾ താഴെ വരെ മുട്ടിക്കാത്ത വോൾ ഹങ് ആയിട്ടുള്ള സൈഡ് ടേബിൾസാണ് കൊടുത്തേക്കുന്നത്. സൈഡ് ടേബിൾ വിത്ത് ഡ്രോയർ. ഇതിൻ്റെ ഡെപ്ത് ഒരു 45 സെൻറ്റിമീറ്റർ ആയി കൊടുത്തേക്കുന്നത്. താഴെ മുട്ടാത്ത രീതിയിലാണ് രണ്ടും ചെയ്തേക്കുന്നത്, വോൾ ഹങ് ആയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൈഡിൽ, അത് രണ്ട് സൈഡിലും റോളർ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ആ 2 റോളർ ബ്ലൈൻഡ്സും ഈ ഒരു വുഡുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ടോണിൽ, മാക്സിമം എന്ന് വെച്ചാൽ ഒരിക്കലും 100% കിട്ടില്ല, മാക്സിമം മാച്ച് ചെയ്യുന്നൊരു ടോണിലാണ് രണ്ടും ചെയ്തേക്കുന്നത്. പ്ലസ് ഇതിൻ്റെ അകത്ത് 2 വോളാണ് വരുന്നത്, ലെഫ്റ്റും റൈറ്റും വോൾ വരുന്നത്. റൈറ്റ് ബാത്റൂം വോളാണ്. കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഡോർ തുടങ്ങും. സോ ഒരു ലൈക്ക് ഹാഫ് പോർഷനേ നമുക്ക് കിട്ടുള്ളൂ. സിമിലറാണ് ഈ സൈഡിൽ നമുക്ക് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3 ഡോർ വിൻഡോ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ പോലെ സെൻറ്റർ കഴിഞ്ഞിട്ട് 2 റോളർ ബ്ലൈൻഡ്സ് 2 സൈഡിലും നമുക്ക് ടെക്സ്റ്റർ വർക്കാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റീപ്പർ കണ്ടിന്യൂറ്റി കിട്ടുന്ന പോലെ ഇവിടെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡിസൈൻ അങ്ങനെ 2 സൈഡിലും ടെക്സ്റ്റർ വർക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ബെഡ് 1 ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഓപ്പൺ യൂണിറ്റ്സ് കുറവാണ്, കാരണം അതും ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കണം. ഇതൊരു വൈറ്റും സെയിം വുഡ് കളറും ടീക്ക് വുഡ് ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രോയേഴ്സിൽ 2 ഡ്രോയർ ടീക്ക് വുഡ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അപ്പുറത്തെ ബെഡ്റൂമിൽ ഫസ്റ്റ് ഫ്ലോർ ബെഡ് 1 ചെയ്ത അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലെഡ്ജ്, ബോട്ടത്തിൽ ജസ്റ്റ് ഒരു ടോപ്പ്, അതിൻ്റെ അകത്ത് ഡ്രോയർ ഒന്നുമില്ല, ഒരു മിറർ വിത്ത് സ്റ്റഡ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സിങ് ടേബിൾ. എന്നാൽ മാക്സിമം അത് യൂസും ചെയ്യാം. അതിൻ്റെ അകത്തുള്ളൊരു ഒരു ചെറിയ പാകപ്പുഴയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്പേസ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ അൽമാര അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ബാക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയയും 3 ഡോർ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബ് ഇവിടെ വരുന്നത്. ഇനി റൂമിൽ നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾ സീലിംഗാണ്. ബാക്കി 2 ഫോൾ സീലിംഗും വളരെ നമ്മൾ ബഡ്ജറ്റായിട്ടാണ് ചെയ്തത്. ഇവിടെ കുറച്ചും കൂടെ നമ്മൾ ബഡ്ജറ്റല്ല, കുറച്ചുകൂടെ ഹയർ ബഡ്ജറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമുക്ക് 2 സൈഡിലും ഒരു 60 സെൻറ്റിമീറ്റർ 2 കോർണേഴ്സിൽ പോയിട്ടുണ്ട്, 2 എഡ്ജസിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ഈ നടുക്ക് വരുന്ന ഒരു സ്പേസിൽ, ഫാൻ വരുന്ന ഈ സ്പേസിൽ നമ്മൾ പ്ലാങ്ക്സ് പോലെയാണ് ചെയ്തേക്കുന്നത്. പ്ലാങ്ക്സ് പോലെ ഒരു 4 വുഡൻ പ്ലാങ്ക് പോലെ പോയിട്ട് അതിൽ ടീക്ക് വുഡിന് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വാൾപേപ്പേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു എസ്തെറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചെറിയ മൈന്യൂട്ട് സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻറ്റയറിൻ്റെ സെൻറ്ററിൽ ഫാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ആ 3D കാണിച്ച 100% അതുപോലെ തന്നെയാണ് നമ്മൾ സൈറ്റിലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്രയാണ് നമുക്ക് ഈ ഒരു മുറിയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കണ്ടത് നമ്മൾ വെട്ടിക്കവല, അത് കൊട്ടാരക്കരയിലുള്ള വെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉള്ളൊരു 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വില്ലയുടെ വർക്കും അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ എൻറ്റയർലി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് നമുക്ക് വന്നത് ഓൾമോസ്റ്റ് ഒരു 12 lakh rupees വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്.
അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോയുടെ ആദ്യം ഞാൻ സംസാരിക്കേണ്ടായിരുന്നു എന്തുകൊണ്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെ ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജ്, ഞാൻ വില്ലയുടെ കാര്യമാണ് പറയുന്നത്, ഫ്ലാറ്റ് അല്ല, വില്ലാസ് ചെയ്യുന്ന ആരാണെങ്കിലും, വില്ലാസ് എന്ന് വെച്ചാൽ അഥവാ വീടുകൾ ചെയ്യുന്ന ആരാണെങ്കിലും ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജ് ആകുമ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ഒരു 2-3 പോയിൻറ്റ്സ് ഞാൻ പറയാം. ഒന്ന്, നമ്മൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. 2, നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന പ്ലംബിംഗ് പോയിൻറ്റ്സ്, വാഷ് യൂണിറ്റിലും കിച്ചണിലും വരുന്ന പ്ലംബിംഗ് യൂണിറ്റ്സ് വരുന്നത്, അതായത് കിച്ചണിൽ വരുന്ന സിങ്ക്, ഇപ്പോൾ നമ്മളൊരു ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലംബിംഗ് പോയിൻറ്റ്സ്, വാഷിംഗ് മെഷീൻ കിച്ചണിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലംബിംഗ് പോയിൻറ്റ്സ്, ഇങ്ങനെയുള്ള പ്ലംബിംഗ് പോയിൻറ്റ്സ് ഡിസൈഡ് ചെയ്യാൻ. 3, ഞാനിവിടെ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ടെക്സ്ചർ വർക്ക് എന്ന്. അപ്പോൾ ഈ ടെക്സ്ചർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ പറയാം. അതായത് നമ്മൾ പുട്ടിയിട്ടാണ് ടെക്സ്ചർ ചെയ്യുന്നത്. അപ്പം ഇത് ഈ ഒരു ഏരിയ എവിടെയാണെന്ന് നേരത്തെ നമ്മുടെ ഈ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള പുട്ടി വർക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം. അവിടെ പുട്ടിയും ചെയ്യേണ്ട ആവശ്യമില്ല, പെയിൻറ്റും ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്ററിങ് സ്മൂത്ത് ഫിനിഷിൽ ചെയ്തിട്ടാൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെച്ചം ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോൾ സീലിംഗ് ആണ്. ഈ ഒരു വർക്കിൻ്റെ എൻറ്റയർ ഫോൾ സീലിങ്ങിൻ്റെ ഡ്രോയിങ് സ്ലാബ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ 3D ഉണ്ട്, 2D ഉണ്ട്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ ഫുൾ ഡ്രോയിങ്സ് സിവിൽ കോൺട്രാക്ടറിന് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു സൂപ്പർവൈസർ സൈറ്റിലും ചെല്ലും, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഈ റൂഫിൽ നിങ്ങൾ പുട്ടി ഇടാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ടി പെയിൻ്റ് എല്ലാം അവിടെ ഒഴിവാക്കാം. കാരണം ഒബ്വിയസ്ലി ഈ ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പുട്ടിയും പെയിൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ എൻറ്റയർ റൂഫിങ്ങിലുള്ള പുട്ടി പെയിൻറ്റിങ് ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പം അത് അനദർ ഒരു മെച്ചമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ നമ്മളൊരു 3 to 4 months മുന്നേ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒരു ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിനും ചെയ്യുന്ന സിവിൽ കോൺട്രാക്ടറിനും അത് വളരെ സ്മൂത്തായിട്ട് ആ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻറ്റീരിയറിൽ ഈ പറഞ്ഞ ഫോൾ സീലിങ്ങിൻ്റെ കേസിൽ കുറച്ചുകൂടെ ബഡ്ജറ്റിനെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിയിലോട്ട് പോകാതെ ഈവൻ പ്ലാസ്റ്ററിങ് തന്നെ സ്ലാബ് അടിച്ചിട്ട് സ്ലാബ് നമ്മൾ വൃത്തിയായിട്ട് വാർത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്ററിങ് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിട്ടിട്ട് ഫോൾ സീലിംഗ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫോൾ സീലിങ്ങിൻ്റെ ചില ഡിസൈൻസിൽ ചിലയിടത്ത് ചിലപ്പോൾ പുട്ടിയും പെയിൻറ്റ് വരേണ്ടി വരും, ചിലയിടത്ത് ഇത് വൃത്തിക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും, ചിലയിടത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഡിസിഷൻസൊക്കെ നമുക്കൊരു പ്രയർ സ്റ്റേജിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എൻറ്റയർ വർക്ക് ഞാൻ പറഞ്ഞൊരു 12 lakh rupees വർക്കാണ്. ഇത് തീർക്കാനായിട്ട് നമ്മളൊരു 5 months മുന്നേ ആണ് അദ്ദേഹം കോൺടാക്ട് ചെയ്തത്. നമ്മളൊരു 20 to 25 days എൻ്റെ 3D 2D ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. മൈനർ ചേഞ്ചസ് വെച്ചത് ഫൈനൽ ചെയ്തു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു അദ്ദേഹത്തിൻ്റെ സിവിൽ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. സിവിൽ വർക്ക് ഫിനിഷ് ചെയ്ത് കറക്റ്റ് ഒരു 45 to 50 days ഈ എൻറ്റയർ വർക്ക് നമുക്ക് കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു അപ്രോച്ച് ആണെങ്കിൽ നമ്മളൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 2D ഡ്രോയിങ്സ്, 3D ഡിസൈൻസ്, അങ്ങനെയുള്ള എല്ലാ സ്പെക്കും ക്ലയൻറ്റിനും കോൺട്രാക്ടറിനും എല്ലാവർക്കും കൊടുത്ത് അത് അവർക്കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളതിനെ മേക്ക് ഔട്ട് ചെയ്ത് വയ്ക്കുക. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം ഉടനെ അടുത്തൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും ലൈവ് വരുന്നതായിരിക്കും.